എം ലോറൻസ് സഖാവിൻ്റെ അന്ത്യയാത്ര നമ്മളെ ആകെ വേദനിപ്പിച്ചൊരു വാർത്തയാണ്. നാടകീയമായ സംഭവ വികാസങ്ങളുണ്ടായി. മകൾ ആശയും ഒപ്പം തന്നെ മകൻ സജീവനും ഒക്കെ രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ നിന്നു. ടൗൺ ഹാളിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാഴ്ചകൾ നമ്മൾ കണ്ടു. ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു പരാതി കൊടുത്തിരിക്കുകയാണ് മകൾ ആശ ലോറൻസ്. ആ വിഷയം കൂടി സൈഫുനിസ നമ്മളുമായി പങ്കുവയ്ക്കും. സൈഫുനിസ, എന്താണ് ആശ ലോറൻസ് ഇപ്പോൾ അതൊരു പരാതിയായി മാറ്റിയിരിക്കുന്നത്? ടൗൺ ഹാളിൽ നടന്ന സംഭവ വികാസങ്ങളുടെ പേരിൽ ആശ ലോറൻസ് ആർക്കൊക്കെയോ എതിരെ പരാതി കൊടുത്തിരിക്കുന്നു എന്നറിയുന്നു. എന്താണ് ആ പരാതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ആശ നിയമപോരാട്ടത്തിന് ഒരുങ്ങുകയാണോ? ഈ മൃതദേഹം വിട്ടുകിട്ടുന്നതിനും അപ്പുറം നിയമപോരാട്ടത്തിന് ഇറങ്ങുകയാണോ ആശ? തീർച്ചയായും അരുൺകുമാർ, ഇപ്പോൾ മറ്റൊരു കേസ് കൂടി നൽകുന്നു എന്നുള്ളതാണ്. നേരത്തെ ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയ ഹർജിയിൽ പുറത്താണ് ഇപ്പോൾ എം ലോറൻസിന്റെ മൃതദേഹം 5 ദിവസം കഴിഞ്ഞിട്ടും മെഡിക്കൽ കോളേജിന് കൈമാറാനാകാതെ ഇപ്പോഴും മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സഹോദരനും സഹോദരിയുടെ ഭർത്താവിനും അതുകൂടാതെ തന്നെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി CN മോഹനുമെതിരെ ആശ ലോറൻസ് പരാതി നൽകിയിരിക്കുന്നത്. തിങ്കളാഴ്ചയാണ് എം ലോറൻസിന്റെ പൊതുദർശനം എറണാകുളം ടൗൺ ഹാളിൽ നടന്നിരുന്നത്. അവിടെ വൈകിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത്. മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആശ ലോറൻസ് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു ചെറിയ പിടിവലികളും ഒക്കെ ഉണ്ടായി. അതിനിടയിൽ എം ലോറൻസിന്റെ ചെറുമകൻ, അതായത് ഈ ആശ ലോറൻസിന്റെ മകൻ നിലത്ത് വീഴുകയും ചെയ്തിരുന്നു. ഇതിലാണ് ഇപ്പോൾ ആശ ലോറൻസ് പരാതി നൽകിയിരിക്കുന്നത്. എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. തങ്ങളെയും മകനെയും ആക്രമിക്കാൻ ശ്രമിച്ചു, മർദ്ദനത്തിൽ തനിക്ക് പരിക്കേറ്റു എന്ന് ആണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ഈ പരാതിയിൽ പ്രകാരം കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. പക്ഷേ നിലവിൽ കേസ് കമ്മീഷണറുടെ പരിഗണനയിലാണ്. ഇത് കൂടാതെ തന്നെ ഇന്ന് എം ലോറൻസിന്റെ 3 മക്കളും മെഡിക്കൽ കോളേജിന്റെ അഡ്വൈസറി കമ്മിറ്റിക്ക് മുൻപാകെ ഹാജരാകുന്നുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് ഇവരോട് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മൃതദേഹം മെഡിക്കൽ കോളേജിൽ ആശ ലോറൻസ് എന്തായാലും കോടതിയിലേക്ക് പോകുന്നു, പോലീസിലേക്ക് പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. നിർഭാഗ്യകരമായ സംഭവം അല്ലേ? ആശ ലോറൻസ് ഒരു ഭാഗത്ത്, 2 ആൺമക്കൾ മറ്റൊരു ഭാഗത്ത്. മൃതശരീരം ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ തന്നെ കഴിയുന്നു. മരണശേഷവും ആ മനുഷ്യന് ഒരു സുഖകരമായ യാത്ര കൊടുക്കാൻ നമുക്ക് കഴിയാതെ പോയിട്ടുണ്ട് എന്നതാണ് നിർഭാഗ്യകരമായ കാര്യം. അതെന്തോ ആവട്ടെ, എന്തായാലും വിധി വരും എന്ന് നമ്മൾ കാത്തിരിക്കുന്നു.